ഹായ്, സ്വാഗതം. ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ. ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ ഭാഗങ്ങളിലാണ് മൗലിക അവകാശങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ളത്. ഭരണഘടനയുടെ 3-ാം ഭാഗം ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. 1215 ഇംഗ്ലണ്ടിലെ ജോൺ രാജാവ് പുറപ്പെടുവിച്ച മാഗ്ന കാർട്ട എന്ന ചാർട്ടർ പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ആദ്യത്തെ രേഖാമൂലമുള്ള രേഖയാണ്. കൂടാതെ യുഎസിലെ ബിൽ ഓഫ് റൈറ്റ്സുമായിട്ട് ഏറെ സാമ്യമുള്ളതാണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടന 6 മൗലിക അവകാശങ്ങളാണ് നൽകുന്നത്. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ, ചൂഷണത്തിനെതിരായ അവകാശം ആർട്ടിക്കിൾ 23 മുതൽ 24, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ആർട്ടിക്കിൾ 29, 30, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32. യഥാർത്ഥ ഭരണഘടനയിൽ സ്വത്തവകാശവും ഉൾപ്പെടുത്തിയിരുന്നു. ആർട്ടിക്കിൾ 31 സ്വത്തവകാശം ഉൾപ്പെടുത്തിയിരുന്നത്. എന്നിരുന്നാലും 1978 44-ാം ഭേദഗതി നിയമപ്രകാരം ഇത് മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഇല്ലാതെയാക്കി. ഭരണഘടനയുടെ ഭാഗം 12 ആർട്ടിക്കിൾ 300A പ്രകാരം ഇത് നിയമപരമായ അവകാശമാണ്. മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്ന നിയമങ്ങൾക്കുള്ള വ്യവസ്ഥ എന്തൊക്കെയാന്ന് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 13 പ്രകാരം ഏതെങ്കിലും മൗലിക അവകാശങ്ങളുമായി പൊരുത്തപ്പെടാത്തതോ അവഹേളിക്കുന്നതോ ആയ എല്ലാ നിയമങ്ങളും അസാധുവാകും. ആർട്ടിക്കിൾ 13 പ്രകാരം ഏതെങ്കിലും മൗലിക അവകാശങ്ങളുമായി പൊരുത്തപ്പെടാത്തതോ അവഹേളിക്കുന്നതോ ആയ എല്ലാ നിയമങ്ങളും അസാധു ആകും. ഈ അധികാരം എന്ന് വെച്ചാൽ മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്ന നിയമങ്ങൾക്കുള്ള വ്യവസ്ഥ സുപ്രീം കോടതിക്കും നൽകിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 32 പ്രകാരം ഹൈക്കോടതികൾക്കും നൽകിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 226 പ്രകാരം. കൂടാതെ ഒരു ഭരണഘടനാ ഭേദഗതിയെ അത് നിയമമല്ലാത്തതിനാൽ അത് വെല്ലുവിളിക്കാനാവില്ലെന്ന് ആർട്ടിക്കിൾ പ്രഖ്യാപിക്കുന്നു. എന്നിരുന്നാലും കേശവാനന്ദ ഭാരതി കേസിൽ 1973 കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി ഒരു ഭരണഘടനാ ഭേദഗതി മൗലിക അവകാശം ലംഘിക്കുന്നുവെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാം എന്ന് വിധിച്ചിരുന്നു. റിട്ട് അധികാര പരിധി. ഒരു കോടതി നൽകുന്ന നിയമപരമായ ഉത്തരവാണ് റിട്ട്. സുപ്രീം കോടതിക്കും ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്കും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതികൾക്കും ഈ റിട്ട് പുറപ്പെടുവിക്കാം. 5 ടൈപ്പ് ഓഫ് റിട്ട്സ് ആണ് ഉള്ളത്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രോഹിബിഷൻ, സെർഷ്യോററി ആൻഡ് ക്വ വാറന്റോ. ഫീച്ചേഴ്സ് ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്. മൗലിക അവകാശങ്ങളുടെ സവിശേഷതകൾ. മൗലിക അവകാശങ്ങൾ ഭരണഘടനയാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പ്രൊട്ടക്റ്റഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ. മൗലിക അവകാശങ്ങൾ സാധാരണ നിയമപരമായ അവകാശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രാജ്യത്തിന്റെ ഭരണഘടന പരിരക്ഷിക്കുകയും ഉറപ്പു നൽകുകയും ചെയ്യുന്നുണ്ട്. ചില അവകാശങ്ങൾ പൗരന്മാർക്ക് മാത്രമേ ലഭ്യമാകൂ. മറ്റുള്ളവ പൗരന്മാരോ വിദേശികളോ കോർപ്പറേഷനുകളോ കമ്പനികളോ പോലുള്ള നിയമപരമായ വ്യക്തികളോ ആകട്ടെ എല്ലാ വ്യക്തികൾക്കും ലഭ്യമാണ്. പവിത്രമോ ശാശ്വതമോ കേവലമോ അല്ല. മൗലിക അവകാശങ്ങൾ പവിത്രമോ ശാശ്വതമോ കേവലമോ അല്ല. അവ പാർലമെന്റിനെ വെട്ടിക്കുറയ്ക്കാനോ അസാധുവാക്കാനോ സാധിക്കും. പക്ഷേ ഒരു ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ മാത്രം. സംസ്ഥാനത്തിന് അവർക്ക് ന്യായമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയും. എന്നിരുന്നാലും നിയന്ത്രണങ്ങളുടെ ന്യായയുക്തത തീരുമാനിക്കുന്നത് കോടതികളാണ്. കൂടാതെ മൗലിക അവകാശങ്ങൾ ജസ്റ്റിസിയബിൾ ആണ്, അതായത് ന്യായവാദാർഹമാണ്. മൗലിക അവകാശങ്ങൾ അവ ലംഘിക്കപ്പെടുമ്പോൾ അവ നടപ്പാക്കുന്നതിനു വേണ്ടി കോടതികളെ സമീപിക്കാൻ വ്യക്തികളെ അനുവദിക്കുന്നു. ഏതെങ്കിലും മൗലിക അവകാശ ലംഘനം ഉണ്ടായാൽ ആക്രമിക്കപ്പെട്ട ഏതൊരു വ്യക്തിക്കും നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാം. അവകാശങ്ങളുടെ സസ്പെൻഷൻ.
ആർട്ടിക്കിൾ 20ഉം 21ഉം ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ഒഴികെ ദേശീയ അടിയന്തരാവസ്ഥയുടെ പ്രവർത്തന സമയത്ത് ഈ മൗലിക അവകാശങ്ങൾ താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ സാധിക്കും. ആർട്ടിക്കിൾ 20ഉം 21ഉം ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ഒഴികെ ബാക്കി എല്ലാ മൗലിക അവകാശങ്ങളും അടിയന്തരാവസ്ഥയുടെ പ്രവർത്തന സമയത്ത് താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ സാധിക്കും. കൂടാതെ ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്ന 6 അവകാശങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ കഴിയുന്നത് ഒരു ബാഹ്യ അടിയന്തര യുദ്ധമോ ബാഹ്യ ആക്രമണമോ ഉണ്ടാകുമ്പോൾ മാത്രമാണ്. അല്ലാതെ സായുധ കലാപത്തിന്റെ, അതായത് ആഭ്യന്തര അടിയന്തരാവസ്ഥ സമയത്ത് അല്ല. അടുത്തത് നിയമങ്ങളുടെ നിയന്ത്രണം. സായുധ സേനകൾ, സൈനിക സേനകൾ, പോലീസ് സേനകൾ, രഹസ്യാന്വേഷണ ഏജൻസികൾ, സമാന സേവനങ്ങൾ എന്നിവയിലെ അംഗങ്ങൾക്കുള്ള അവരുടെ അപേക്ഷ പാർലമെന്റിന് നിയന്ത്രിക്കാനോ റദ്ദാക്കുവാനോ സാധിക്കും ആർട്ടിക്കിൾ 33 പ്രകാരം. സൈനിക നിയമം ഏതെങ്കിലും പ്രദേശത്ത് പ്രാബല്യത്തിൽ ഉള്ള സമയത്ത് അവരുടെ അപേക്ഷ നിയന്ത്രിക്കാവുന്നതാണ്. ഡെഫിനേഷൻ ഓഫ് സ്റ്റേറ്റ്, സംസ്ഥാനത്തിന്റെ നിർവചനം. ആർട്ടിക്കിൾ 12 ഭാഗം 3 സംസ്ഥാനം എന്ന പദത്തെ നിർവചിച്ചിരിക്കുന്നത്. അതനുസരിച്ച് സംസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ സർക്കാരും പാർലമെന്റും, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ് വിഭാഗങ്ങൾ, സംസ്ഥാനങ്ങളുടെ ഗവൺമെന്റും ലെജിസ്ലേച്ചറും, അതായത് സംസ്ഥാന സർക്കാരിന്റെ എക്സിക്യൂട്ടീവും ലെജിസ്ലേറ്റീവ് വിഭാഗവും, കൂടാതെ എല്ലാ പ്രാദേശിക അധികാരികളും, അതായത് മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകൾ, ജില്ലാ ബോർഡുകൾ തുടങ്ങിയവ, LIC, ONGC, സെയിൽ തുടങ്ങിയ നിയമപരമായ അല്ലെങ്കിൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റികളാണ് മറ്റെല്ലാ അധികാരികളും. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ ഈ ഏജൻസികളുടെ എല്ലാ നടപടികളും കോടതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതാണ്. മൗലിക അവകാശങ്ങളുമായി പൊരുത്തമില്ലാത്തതോ അവ ഇല്ലാതാക്കുന്നതോ ആയ നിയമങ്ങൾ. ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 13 ഏതെങ്കിലും മൗലിക അവകാശങ്ങളുമായി പൊരുത്തപ്പെടാത്തതോ അവഹേളിക്കുന്നതോ ആയ എല്ലാ നിയമങ്ങളും അസാധുവായിരിക്കുമെന്ന് ആർട്ടിക്കിൾ 13 അനുശാസിക്കുന്നു. ആർട്ടിക്കിൾ 13 കീഴിലുള്ള ഈ വ്യവസ്ഥ ജുഡീഷ്യൽ റിവ്യൂ സിദ്ധാന്തത്തിന് വ്യക്തത നൽകുന്നു. ജുഡീഷ്യൽ റിവ്യൂവിന്റെ അധികാരം ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്കും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതികൾക്കും നൽകിയിട്ടുണ്ട്. ജുഡീഷ്യൽ റിവ്യൂവിന്റെ അധികാരം ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്കും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതികൾക്കും നൽകിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 13 നിയമം എന്ന പദത്തിൽ ഇനി പറയുന്ന കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്. ഇവ മൗലിക അവകാശ ലംഘനത്തിന്റെ അടിസ്ഥാനത്തിൽ അസാധുവായിട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കും. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. പാർലമെന്റോ സംസ്ഥാന നിയമസഭകളോ നടപ്പിലാക്കുന്ന സ്ഥിരമായ നിയമങ്ങൾ, രാഷ്ട്രപതിയോ സംസ്ഥാന ഗവർണർമാരോ പുറപ്പെടുവിച്ച ഓർഡിനൻസുകൾ പോലെയുള്ള താൽക്കാലിക നിയമങ്ങൾ, ഏതെങ്കിലും നിയുക്ത നിയമനിർമ്മാണം, ഓർഡിനൻസ്, ഓർഡർ, ബൈലോ, റൂൾ, റെഗുലേഷൻ അല്ലെങ്കിൽ വിജ്ഞാപനം പോലെയുള്ള നിയമപരമായ കാര്യങ്ങൾ, നിയമനിർമ്മാണേതര നിയമസ്രോതസ്സുകൾ. ഭരണഘടനാ ഭേദഗതി ഒരു നിയമമല്ലെന്നും ഏതെങ്കിലും മൗലിക അവകാശങ്ങളുടെ ലംഘനത്തിന്റെ പേരിൽ ഇതിനെ വെല്ലുവിളിക്കാൻ കഴിയില്ലെന്നും ആർട്ടിക്കിൾ 13 അനുശാസിക്കുന്നു. ഭരണഘടനാ ഭേദഗതി ഒരു നിയമമല്ല എന്നും ഏതെങ്കിലും മൗലിക അവകാശങ്ങളുടെ ലംഘനത്തിന്റെ പേരിൽ ഈ ഭരണഘടനാ ഭേദഗതിയെ വെല്ലുവിളിക്കാനാവില്ലെന്നും ആർട്ടിക്കിൾ 13 പറയുന്നു. എന്നിരുന്നാലും 1973 കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി ഒരു ഭരണഘടനാ ഭേദഗതി മൗലിക അവകാശത്തെ ലംഘിക്കുന്നു എന്ന കാരണത്താൽ അതിനെ ചോദ്യം ചെയ്യാം എന്ന് വിധിക്കുകയുണ്ടായി. സായുധ സേന. ആർട്ടിക്കിൾ 33 സായുധ സേനയെയും ഫണ്ടമെന്റൽ റൈറ്റ്സിനെയും കുറിച്ച് പ്രതിപാദിക്കുന്നത്. സായുധ സേനയിലെ അംഗങ്ങൾ, പോലീസ് സേനകൾ, രഹസ്യാന്വേഷണ ഏജൻസികൾ അല്ലെങ്കിൽ പൊതു ക്രമസമാധാന പരിപാലന ചുമതലയുള്ള സമാന സേനകൾ എന്നിവയിലെ അംഗങ്ങൾക്ക് ചില മൗലിക അവകാശങ്ങളുടെ പ്രയോഗം നിയന്ത്രിക്കുന്നതിനോ പരിഷ്കരിക്കുന്നതിനോ ആയ നിയമങ്ങൾ നടപ്പിലാക്കാൻ ഈ വ്യവസ്ഥ പാർലമെന്റിനെ അധികാരപ്പെടുത്തുന്നു.
ഈ വ്യവസ്ഥയുടെ ലക്ഷ്യം ദേശീയ സുരക്ഷയ്ക്കും അവർക്കിടയിൽ അച്ചടക്കം നിലനിർത്തുന്നതിനും വേണ്ടി അവരുടെ കർത്തവ്യങ്ങളുടെ ശരിയായ നിർവഹണം നടപ്പിലാക്കുക എന്നതാണ്. സൈനിക നിയമം, ആർട്ടിക്കിൾ 34 സൈനിക നിയമം. ഈ വ്യവസ്ഥ ഇന്ത്യയുടെ പ്രദേശത്തിനുള്ളിലെ ഏത് പ്രദേശത്തും സൈനിക നിയമത്തിന്റെ പ്രവർത്തന സമയത്ത് മൗലിക അവകാശങ്ങളിൽ നിയന്ത്രണങ്ങൾ നൽകുന്നു. എന്നിരുന്നാലും സൈനിക നിയമം എന്ന പ്രയോഗം ഭരണഘടനയിൽ എവിടെയും നിർവചിച്ചിട്ടില്ല. ഈ ഭാഗത്തിലെ വ്യവസ്ഥകൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിന് മുന്നേ ഉള്ള നിയമനിർമ്മാണമാണ് ആർട്ടിക്കിൾ 35. ഇത് ചില മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കാൻ പാർലമെന്റിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് ഈ ആർട്ടിക്കിൾ 35 വ്യവസ്ഥ ചെയ്യുന്നു. ഈ അവകാശങ്ങളുടെ സ്വഭാവവും അവയുടെ ലംഘനത്തിനുള്ള പിഴകളും സംബന്ധിച്ച് ഇത് ഇന്ത്യയിലുടനീളം ഏകീകൃത സ്വഭാവം ഉറപ്പിലാക്കുന്നു. സിഗ്നിഫിക്കൻസ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങളുടെ പ്രാധാന്യം. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങളിൽ പ്രധാനമാണ്. അവ ജനാധിപത്യ സംവിധാനത്തിന്റെ അടിത്തറയായി മാറുകയും രാഷ്ട്രീയ ഭരണ പ്രക്രിയയിൽ ജനങ്ങളുടെ പങ്കാളിത്തം സുഗമമാക്കുകയും ചെയ്യുന്നു. ഭരണകൂടത്തിന്റെ സ്വേച്ഛാധിപത്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും നിയമവാഴ്ചയുടെയും സംരക്ഷണ കവചങ്ങളായിട്ട് ഇവ പ്രവർത്തിക്കുന്നു. മൗലിക അവകാശങ്ങൾ പ്രവർത്തിക്കുന്നു. അവർ സാമൂഹിക നീതിയുടെ അടിത്തറ പാകുകയും വ്യക്തികളുടെ അന്തസ്സ് ഉറപ്പാക്കുകയും ചെയ്യുന്നു. അവർ എന്നുദ്ദേശിക്കുന്നത് മൗലിക അവകാശങ്ങൾ സാമൂഹിക നീതിയുടെ അടിത്തറ പാകുകയും വ്യക്തികളുടെ അന്തസ്സ് ഉറപ്പാക്കുകയും ചെയ്യുന്നു. മൗലിക അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങളുടെയും ദുർബല വിഭാഗങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. അങ്ങനെ സാമൂഹിക നീതിയെ പ്രോത്സാഹിപ്പിക്കുന്നു. മൗലിക അവകാശങ്ങൾ രാജ്യത്തിന്റെ മതേതര ഘടനയെ ശക്തിപ്പെടുത്തുന്നു. ക്രിറ്റിസിസം ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങളുടെ വിമർശനം. എക്സസീവ് ലിമിറ്റേഷൻസ്, ഈ മൗലിക അവകാശങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അമിതമായ പരിമിതികളാണ് ഇവയ്ക്കുള്ളത്. ദേ ഫേസ് ന്യൂമറസ് എക്സെപ്ഷൻസ്, റെസ്ട്രിക്ഷൻസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ്, ഇമ്പോസിംഗ് റെസ്ട്രിക്ഷൻസ് ഓൺ ദ സ്കോപ്പ് ആൻഡ് ഇഫക്റ്റീവ്നെസ്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വ്യാപ്തിയിലും ഫലപ്രാപ്തിയിലും ഒക്കെ ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് നോ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് റൈറ്റ്, സാമൂഹികവും സാമ്പത്തികവുമായ അവകാശങ്ങളൊന്നുമില്ല. സാമൂഹിക സുരക്ഷ, തൊഴിൽ, വിശ്രമം, ഒഴിവു സമയങ്ങൾ തുടങ്ങിയ അവശ്യ സാമൂഹികവും സാമ്പത്തികവുമായ അവകാശങ്ങൾ ഉൾപ്പെടുത്താതെ പ്രാഥമികമായി രാഷ്ട്രീയ അവകാശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പട്ടികയിൽ സമഗ്രത ഇല്ല എന്നതാണ് അടുത്ത വിമർശനം. മൂന്നാമത്തേത് നോ ക്ലാരിറ്റി, ഇതിനൊരു ക്ലാരിറ്റി ഇല്ലെന്നാണ് അടുത്തത്. വ്യക്തത ഇല്ല, വ്യക്തമായ നിർവചനമില്ലാതെ കുറച്ച് പദങ്ങൾ അവ്യക്തമായും പ്രകടിപ്പിക്കുന്നതിനാൽ വ്യക്തതയുടെ അഭാവം ഇതിന് ഉണ്ട്. മറ്റൊന്ന് നോ പെർമനൻസി, സ്ഥിരതയില്ല. അവ പവിത്രമോ കേവലമോ അല്ല, കാരണം പാർലമെന്റിന് അവയെ വെട്ടിക്കുറയ്ക്കാനോ ഇല്ലാതാക്കാനോ സാധിക്കും. ഉദാഹരണത്തിന് 1978 സ്വത്തിലേക്കുള്ള മൗലികാവകാശം റദ്ദാക്കി. അടുത്തത് അടിയന്തരാവസ്ഥ കാലത്തെ സസ്പെൻഷൻ. ആർട്ടിക്കിൾ 20, 21 ഒഴികെയുള്ള എല്ലാ മൗലിക അവകാശങ്ങളും അടിയന്തര അവസ്ഥ കാലത്ത് നിർത്തിവെക്കാൻ സാധിക്കും. ചെലവേറിയ പ്രതിവിധി. നിയമനിർമ്മാണ എക്സിക്യൂട്ടീവ് കടന്നുകയറ്റങ്ങളിൽ നിന്ന് ഈ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ഭാരം ജുഡീഷ്യറി വഹിക്കുന്നു. എന്നിരുന്നാലും ജുഡീഷ്യൽ പ്രക്രിയയുടെ ചെലവേറിയ സ്വഭാവം സാധാരണ പൗരന്മാരെ കോടതികളിലൂടെ അവരുടെ അവകാശങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നു. പ്രിവെന്റീവ് ഡിറ്റൻഷൻ. പ്രിവെന്റീവ് തടങ്കൽ വ്യവസ്ഥ ആർട്ടിക്കിൾ 22 ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. മൗലിക അവകാശങ്ങളുടെ സത്തയെ ദുർബലപ്പെടുത്തുന്നു. ഭരണകൂടത്തിന് അമിതമായ വിവേചനാധികാരം നൽകുകയും വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇത് പറയുന്നത്. സ്ഥിരമായ ഒരു ഫിലോസഫി ഇല്ല. മൗലിക അവകാശ അധ്യായത്തിന് യോജിച്ച ദാർശനികത അടിത്തറ ഇല്ല എന്നാണ് പറയുന്നത്.
സർ ഐവർ ജെന്നിങ്സ് പറയുന്നതനുസരിച്ച് ഈ അവകാശങ്ങൾ ഒരു സ്ഥിരതയുള്ള തത്വചിന്തയിൽ അധിഷ്ഠിതമല്ല. അവയുടെ വ്യാഖ്യാനം ജുഡീഷ്യറിക്ക് വെല്ലുവിളികൾ ഉയർത്തുന്നു എന്നാണ് പറയുന്നത്. റൈറ്റ്സ് ഔട്ട്സൈഡ് പാർട്ട് 3, ഭാഗം 3 പുറത്തുള്ള അവകാശങ്ങൾ. പാർട്ട് 3-ൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മൗലിക അവകാശങ്ങൾ കൂടാതെ ഭരണഘടനയുടെ മറ്റ് ഭാഗങ്ങളിൽ അടങ്ങിയിരിക്കുന്ന മറ്റ് ചില അവകാശങ്ങളും ഉണ്ട്. ഈ അവകാശങ്ങളെ ഭരണഘടനാപരമായ അവകാശങ്ങൾ അല്ലെങ്കിൽ നിയമപരമായ അവകാശങ്ങൾ എന്നാണ് പറയുന്നത്. നിയമത്തിന്റെ അധികാരം മുഖേന അല്ലാതെ ഒരു നികുതിയും ഈടാക്കുകയോ പിരിക്കുകയോ ചെയ്യരുത്. ഇതൊരു നിയമപരമായ അവകാശമാണ്. ഇത് ഭാഗം 12-ലെ ആർട്ടിക്കിൾ 265-ലാണ് പറഞ്ഞിരിക്കുന്നത്. നിയമത്തിന്റെ അധികാരം മുഖേന അല്ലാതെ ഒരു നികുതിയും ഈടാക്കുകയോ പിരിക്കുകയോ ചെയ്യരുത്. രണ്ടാമത്തേത്, നിയമപരമായ അധികാരമില്ലാതെ ഒരു വ്യക്തിക്കും അവന്റെ സ്വത്ത് നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇത് പറഞ്ഞിരിക്കുന്നത് ഭാഗം 12-ലെ ആർട്ടിക്കിൾ 300A-ലാണ്. ഇതും നിയമപരമായ അവകാശമാണ്. മൂന്നാമത്തേത്, ഇന്ത്യയുടെ പ്രദേശത്തുടനീളം വ്യാപാരം, വാണിജ്യം, ലൈംഗിക ബന്ധങ്ങൾ എന്നിവ സൗജന്യമായിരിക്കും. ഇത് ഭാഗം 13-ലെ ആർട്ടിക്കിൾ 301-ലാണ് പറയുന്നത്. ഈ മേൽപ്പറഞ്ഞ അവകാശങ്ങളും എല്ലാം തുല്യ നീതിയുള്ളതാണെങ്കിലും അവ മൗലിക അവകാശങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരു മൗലിക അവകാശം ലംഘിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ആർട്ടിക്കിൾ 32 പ്രകാരം അവ നടപ്പാക്കുന്നതിനായി പരാതിപ്പെട്ട വ്യക്തിക്ക് നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാം. പക്ഷേ ഈ മേൽപ്പറഞ്ഞ അവകാശങ്ങൾ, അതായത് നിയമപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ആ വ്യക്തിക്ക് ഇത് പ്രയോജനപ്പെടുത്താൻ വേണ്ടി സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല. പക്ഷെ അയാൾക്ക് ഒരു സാധാരണ കേസ് വഴിയോ അല്ലെങ്കിൽ ആർട്ടിക്കിൾ 226 വഴി ഹൈക്കോടതിയിൽ ഒരു റിട്ട് സമർപ്പിക്കുകയോ ചെയ്യാം.